ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഇത് ഒരു ബിസ്ക്കറ്റ് ടോഫി പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഈ പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയറാണ് റെഡിയാക്കേണ്ടത്. അതിനായി ഞാനിതാ ഇവിടെ കുറച്ച് മേരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റൊക്കെ എടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഗീയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും ഉപയോഗിക്കാം. പക്ഷേ ഗീ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. 2 ടേബിൾ സ്പൂണ് ഗീയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ബിസ്ക്കറ്റും ഗീയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ പുഡിംഗ് ട്രേയിലേക്ക് മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. ഒന്ന് എല്ലാ ഭാഗത്തുമായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയറിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തുമായി നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അമർത്തി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈവച്ച് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. ഇത് വേഗം തന്നെ സെറ്റായി കിട്ടും. നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു ടോഫി റെഡിയാക്കണം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഇതുപോലെ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് മെൽട്ടായി കിട്ടിക്കോളും. അങ്ങനെ ഇപ്പോൾ ഇതാ ഷുഗർ മെൽട്ടായി വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കാരമൽ ചെയ്യാം. അങ്ങനെ ഇതാ ഷുഗറൊക്കെ ഒന്ന് കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് മിഠായി മേറ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 1/4 കപ്പോളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഒരു 1/4 കപ്പോളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതൊന്ന് തിക്കാവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്നത് കൂടി തന്നെ എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഇനിയും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് സെറ്റായി കിട്ടും, ഒന്ന് തിക്കായി കിട്ടിക്കോളും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം. അല്പനേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാകും. അടുത്തതായിട്ട് ഞാനിപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റ പഴമാണ് എടുത്തത്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് നട്ട്സും കൂടി വേണം. പിന്നെ നേരത്തെ ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കാൻ വേണ്ടി വെച്ച ടോഫിയും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഇതാ ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് പഴം ഒന്ന് നിരത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. പഴം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ടോഫി ക്രീം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ച ടോഫി ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തുമായിട്ട് ടോഫി ഇനി ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ്. അങ്ങനെ ഇപ്പോൾ ടോഫി ഇതാ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ബദാമും കാഷ്യൂനട്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇനി ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീമും ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തുമായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും പഴം വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പഴം വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ വീണ്ടും അതിന് മുകളിലായിട്ട് ടോഫി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ടോഫിയും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ടോഫി ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള നട്ട്സും കൂടി ഇനി ഇട്ട് കൊടുക്കാം. ഈ ടോഫിയും വിപ്പിംഗ് ക്രീമും പഴവും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അങ്ങനെ നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീമും എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 5-6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ നന്നായിട്ട് സെറ്റായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് ഗാർണിഷ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. പിന്നെ ആ വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. നിങ്ങളെന്നോട് ക്ഷമിക്കണം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. എല്ലാവരും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.